ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ, ഇന്നലെയുടെ താരങ്ങളിലേക്ക്. മാപ്പിളപ്പാട്ടിന്റെ സുൽത്താനയായിരുന്ന ഗായികയെ തേടിയായിരുന്നു ഇക്കുറി ഞങ്ങളുടെ യാത്ര. നാട്ടിലും മറുനാട്ടിലുമായി എണ്ണമറ്റ വേദികളിൽ തന്റെ മധുര ശബ്ദം കൊണ്ട് ആരാധക ലക്ഷങ്ങൾക്ക് സംഗീത വിരുന്നൂട്ടിയ പാട്ടുകാരിയെ തേടി. ഇത് ആലപ്പുഴ ഐഷ ബീഗം. മാപ്പിളപ്പാട്ടുകാരി മാത്രമല്ല, ചരിത്രത്തിലിടമുള്ള ആദ്യത്തെ മുസ്ലിം കാതികയുമാണിത്. സംസാരിക്കാൻ പറ്റും പറ്റില്ലേ? ശബ്ദം പോയല്ലോ, പാടേണ്ട വോയിസ് തന്നെ പോയില്ലേ? അതിന് സങ്കടം ഉണ്ടല്ലേ? ദൈവാനുഗ്രഹം കിട്ടിയ ശബ്ദമായിരുന്നു ഐഷ ബീഗത്തിൻ്റെത്. ആ അനുഗ്രഹത്തിന്റെ പിൻബലത്തിലാണ് മലയാളത്തിന് മൊഞ്ചുള്ള പാട്ടുകൾ അനവധി പാടിത്തന്നത്. പക്ഷേ ഇന്നൊരു പാട്ടുപാടാൻ അടുപ്പമുള്ള ഒരാളോട് ഇത്തിരി മിണ്ടി പറയാൻ ഐഷ ബീഗത്തിനാവുന്നില്ല. ഒരു കാലത്ത് ഒരുപാട് ഹൃദയങ്ങൾ ആരാധിച്ചതാണ് ഇവരുടെ ശബ്ദം. അന്നത്തെ ആ മധുര ശബ്ദം അടഞ്ഞുപോയിരിക്കുന്നു. തന്ത്രികൾ പൊട്ടിയ ഒരു തമ്പുരുവാകുന്നു ഇന്ന് ഈ ഉമ്മ. ഐഷാത്തേക്ക് 8 വർഷത്തോളമായി BP കൂടിയിട്ട് തലച്ചോറിൻ്റെ പുറകുവശത്തുള്ള തലച്ചോറിൻ്റെ ഒരു ഞരമ്പ് ബ്ലോക്കായിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ഒരു വശം തളർന്ന് ഇരിക്കുകയായിരുന്നു, പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, ചില വാക്കുകൾ മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കും. പറയേണ്ടത് എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എല്ലാവരെയും അറിയുകയൊക്കെ ചെയ്യാം, കാണുമ്പോഴത്തേക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും, പക്ഷേ അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ സന്ധിവാതവും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബോഡി പെയിനും ഒക്കെയാണ്, പിടിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാണ് അവസ്ഥ. അനുഭവങ്ങൾ ഏറെയുണ്ട് ഐഷ ബീഗത്തിന് പങ്കുവയ്ക്കാൻ. സ്വരം നഷ്ടപ്പെട്ട ഈ കലാകാരിയുടെ ശബ്ദമായി മാറുകയാണ് പ്രശസ്ത അഭിനേത്രി ഉഷ. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടുന്നവർക്ക് ശബ്ദമില്ലെങ്കിൽ പിന്നെ എന്താ? ഇപ്പം അഭിനയിക്കുന്ന ആളെ എനിക്ക് അഭിനയിക്കാൻ പറ്റും, എൻ്റെ മുഖത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഏതൊരു ആർട്ടിസ്റ്റിനും വേദന ഉണ്ടാക്കുന്നൊരു അനുഭവം തന്നെയാണിത്. ഐഷാത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നൊരു കലാകാരിയാണ്. കഥാപ്രസംഗ വേദികളിലും അതുപോലെ തന്നെ ഗാനമേളകളിലും. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് ഐഷ ബീഗം, റംല ബീഗം, ഇവരെയൊക്കെ കുറിച്ചാണ്. അത്രത്തോളം പ്രശസ്തയാണ്. ആദ്യമൊക്കെ ഡാൻസിന് പിന്നണി പാടുമായിരുന്നു. പിന്നീട് കല്യാണം കഴിച്ചത് ഷെരീഫിക്ക. പുള്ളി കല്യാണം കഴിച്ചതിന് ശേഷമാണ്, പുള്ളി ഹാർമോണിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ പ്രചോദനവുമാണ് പുള്ളിക്കാരി കാതികയായി വന്നത്. അപ്പോൾ ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിച്ചത് 1961 ഏപ്രിൽ മാസം 2-ാം തീയതി ആലപ്പുഴയിൽ വട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കഥ ധീരവനിത അല്ലെങ്കിൽ PV അസൂറ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ടൊരു മുസ്ലിം സ്ത്രീ അങ്ങനെ കഥാപ്രസംഗമൊന്നും സ്റ്റേജിൽ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാ പ്രശ്നങ്ങളെയും വകവയ്ക്കാതെ ഐഷാത്ത കഥ അവതരിപ്പിച്ചു. അന്ന് ബഹളം ഉണ്ടാക്കാൻ വന്ന് ചെരുപ്പെറിയും ചീമൊട്ടേറിയും കല്ലെറിയും എന്നൊക്കെ പറഞ്ഞു വന്നവരൊക്കെ കഥ തുടങ്ങി പകുതി ആയപ്പോഴത്തേക്ക് തന്നെ അവരുടെ മനസ്സൊക്കെ മാറി.
അത്ര നന്നായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. മുസ്ലിം വനിതകൾക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ വിലക്കുണ്ടായിരുന്ന ഒരു കാലത്താണ് തട്ടമിട്ട ഒരു പെൺകുട്ടി സംഗീതമാണ് എൻ്റെ ജീവിതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സധൈര്യം വേദിയിലേക്ക് കയറി വരുന്നത്. മുസ്ലിം സമുദായത്തിനുള്ളിലെ സ്ത്രീ ശക്തി വിളംബരമായിരുന്നു അത്. കൈമുതലായി ഉണ്ടായിരുന്ന സംഗീതം കൊണ്ട് ഐഷ ബീഗം പിന്നീട് എതിർപ്പിന്റെ മുനയൊടിച്ചത് ചരിത്രം. ഇരുനിറമാണെങ്കിലും ഭയങ്കര സുന്ദരിയായിരുന്നു. പിന്നെ ഇവരുടെ വീട്ടിലേക്ക് ഞങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓടും, ഐഷാത്തയുടെ വീട്ടിലേക്ക്. റിഹേഴ്സലുണ്ട്. അപ്പോൾ ജനലിൽ പിടിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും പാട്ട് കേൾക്കാനായിട്ട്. പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ ഞാൻ ഡാൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഡാൻസ് പ്രാക്ടീസൊക്കെ നമ്മുടെ ഒന്നും വീട്ടിൽ ടേപ്പ് റെക്കോർഡൊന്നുമില്ല. ഐഷാത്തയുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ടേപ്പ് റെക്കോർഡ്. അപ്പോൾ ഞാൻ എൻ്റെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തത് ഐഷാത്തയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം കുട്ടി കൂടെ ആയതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് ഈ ഉമ്മയ്ക്ക്. ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാവുന്നില്ല എന്ന വേദനയും. കയ്യടികൾ സമം ചേർത്ത ഒരുപാട് അരങ്ങുകൾ. ദീപ്തമായ ഒരു കാലത്തിന്റെ മറുപാതിയിൽ ജീവിതം കൈവിട്ടുപോയ ഒരു കലാകാരി. ഐഷാത്ത ദിവസം ഒരു 3 പ്രോഗ്രാം 2 പ്രോഗ്രാം മിനിമം 2 പ്രോഗ്രാമെങ്കിലും ഉണ്ടാവും. സീസൺ സമയത്ത് മാത്രമല്ല, മഴ സമയത്തും ഐഷാത്തയ്ക്ക് പ്രോഗ്രാമാണ്. അപ്പോൾ നാട്ടുകാർ ചോദിക്കും, ഐഷാത്തയുടെ ഭർത്താവിനോട് ചോദിക്കും, ഈ മഴക്കാലത്ത് നിങ്ങളുടെ വണ്ടി ഇങ്ങനെ ബോർഡും വെച്ചുകൊണ്ട് പോകുന്നത് അതിനൊരു റെസ്റ്റ് ഇല്ലേ എന്ത് തമാശക്കൊക്കെ ചോദിക്കുമായിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് തിരക്കായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഐഷാത്തയുടെ പാട്ടുകൾ വളരെ പ്രശസ്ത. ഞാൻ വരെ പാടിക്കൊണ്ട് നടന്നിട്ടുള്ളൊരു പാട്ടുണ്ട്. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ, ഇറയവൻ കുതിരത്താൽ കനവും കണ്ടേ. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ, ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ. മരുഭൂവിൽ വളർന്നൊരു തൻ പ്രിയ പുത്രൻ മണിയായ ഇസ്മായിലിന് ബലി നൽകാൻ മനതാരിൽ അരുളിയ കഥയത് ചൊല്ലാൻ മനം ഞെട്ടി ഉണർന്നീടൈ നബിയുമന്നേ മനവിയാം ഹാജറായോടുരത്ത്. ഈ പാട്ടൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്നു. ആ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഐഷാത്തയുടെ പ്രശസ്തി കൊണ്ട് മാത്രമാണ് അവർ റെക്കോർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ സമീപിക്കുകയായിരുന്നു. എൻ്റെ അറിവിൽ ആദ്യമായിട്ട് മുസ്ലിം പാട്ടിൻ്റെ ഒരു സ്ത്രീയുടെ ഗായികയുടെ റെക്കോർഡ് ഇറങ്ങുന്ന ഐഷാത്തയുടെ HMV.